പശ്ചിമഘട്ട മലനിരകളുടെ മടിത്തട്ടിൽ മൂടൽ മഞ്ഞ് പുതച്ചു കിടക്കുന്നൊരു ശാന്തവും സുന്ദരവുമായൊരു കൊച്ചു ഗ്രാമമുണ്ട്, കുട്ടിപ്പാറ. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഏലക്കാടുകളും കാപ്പിത്തോട്ടങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ആ ഗ്രാമത്തിലേക്ക് ഏതൊരു അപരിചിതം ചെന്നെത്തിയാലും പ്രകൃതിയുടെ ആ ശാന്തതയിൽ അവർ ലയിച്ചു പോകും. എന്നാൽ ആ മൂടൽ മഞ്ഞിൻ്റെ തണുപ്പിനടിയിൽ പുറം ലോകമറിയാതെ കടുത്തൊരു കൊടും ചതിയുടെയും രക്തച്ചൊലിച്ചിൻ്റെയും രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നുവെന്ന് ആരും കരുതിയിരുന്നില്ല. കുട്ടിപ്പാറയിലെ ഏക്കർ കണക്കിന് വരുന്ന തോട്ടങ്ങളുടെയും വലിയ ബംഗ്ലാവിൻ്റെയും ഉടമയായിരുന്നു 52-കാരനായ ശേഖരകുമാരൻ. അളവറ്റ സ്വത്തുക്കളും പ്രതാപവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും നാട്ടുകാർക്കെല്ലാം പ്രിയങ്കരനായ തികച്ചും ശാന്തനായ ഒരു മനുഷ്യരായിരുന്നു അദ്ദേഹം. പണത്തിൻ്റെ ദാർഷ്ട്യമോ അഹങ്കാരമോ ഇല്ലാതെ നാട്ടുകാരുടെ ഏതാവശ്യത്തിനും ഓടിയെത്തിയിരുന്ന ശേഖരകുമാരൻ എല്ലാവരുടെയും ബഹുമാനം പിടിച്ചുപറ്റുകയും ചെയ്തിരുന്നു. ആദ്യ ഭാര്യയുടെ അകാല വിയോഗത്തിന് ശേഷം രണ്ടാം ഭാര്യ മാലതിക്കും തോട്ടത്തിൻ്റെ കാര്യങ്ങളെല്ലാം കണ്ണിലെണ്ണ ഒഴിച്ച് നോക്കി നടത്തിയിരുന്ന വിശ്വസ്തനായ മാനേജർ വിക്രമനുമൊപ്പമായിരുന്നു ശേഖരകുമാർ തൻ്റെ വലിയ ബംഗ്ലാവിൽ കഴിഞ്ഞിരുന്നത്. നാട്ടുകാരുടെയും തൊഴിലാളികളുടെയും കണ്ണിൽ അവർ വളരെ സന്തോഷകരമായ ഒരു കുടുംബജീവിതമാണ് നയിച്ചിരുന്നത്. എന്നാൽ 3 വർഷങ്ങൾക്ക് മുമ്പ് കനത്ത മഴ പെയ്തു തോരാത്ത ഒരു കർക്കിടക രാത്രിയിലാണ് ആ ഗ്രാമത്തിൻ്റെ ശാന്തതയെ തച്ചുടച്ച ആ സംഭവം നടക്കുന്നത്. അർദ്ധരാത്രിയോടടുത്ത് ശേഖരകുമാറിൻ്റെ വലിയ ബംഗ്ലാവിൽ നിന്നും ഒരു നിലവിളി ശബ്ദമുയർന്നു. കടുത്ത നെഞ്ചുവേദനയുടെ ശേഖരകുമാർ മുറിയിലെ തറയിൽ കിടന്ന് ജീവന് വേണ്ടി പിടയുകയായിരുന്നു. വേദന സഹിക്കാനാവാതെ കരയുന്ന ശേഖരകുമാറിനെ കണ്ട് മാലതിയും മാനേജർ വിക്രവും വലിയ പരിഭ്രാന്തിയോടെ ഓടിയെത്തി. അവർ ഉടനടി അദ്ദേഹത്തെ ജീപ്പിൽ കയറ്റി ടൗണിലെ ഒരു വലിയ ആശുപത്രിയിലേക്ക് പാഞ്ഞു. ജീപ്പ് റോഡിലൂടെ അതിവേഗം പായുമ്പോഴും ശേഖരകുമാറിൻ്റെ ജീവന് വേണ്ടിയുള്ള പോരാട്ടം തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. ആശുപത്രിയുടെ പതിവാതിക്കൽ ജീപ്പ് നിന്ന് പുകയുമ്പോഴേക്കും ആ മനുഷ്യൻ്റെ ശ്വാസം എന്നേക്കുമായി നിലച്ചിരുന്നു. വിവരമറിഞ്ഞ് ആശുപത്രിയിലെത്തിയ കുടുംബ ഡോക്ടർ പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം ആ മരണം സ്ഥിരീകരിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രായവും പെട്ടെന്നുണ്ടായ അസ്വസ്ഥതകളും കണക്കിലെടുത്ത് അത് ഗുരുതരമായ ഹൃദയാഘാതം അല്ലെങ്കിൽ മാസീവ് ഹാർട്ട് അറ്റാക്ക് മൂലമുണ്ടായ സ്വാഭാവിക മരണമാണെന്ന് ഡോക്ടർ വിധിയും എഴുതി. തുടർന്ന് പോസ്റ്റ്മോർട്ടം പോലെയുള്ള നടപടികളിലേക്ക് കടക്കാതെ അന്നു തന്നെ മൃതദേഹം ബംഗ്ലാവിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അടുത്ത ദിവസം തന്നെ ശേഖരകുമാറിൻ്റെ ഭൗതിക ശരീരം പള്ളിയിലെ കുടുംബക്കല്ലറയിൽ വലിയ ആദരവോടെയും സങ്കടത്തോടെയും സംസ്കരിക്കപ്പെട്ടു. തങ്ങളുടെ പ്രിയപ്പെട്ട യജമാനൻ്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ കുട്ടിപ്പാറയിലെ തോട്ടം തൊഴിലാളികളും നാട്ടുകാരും വിതുമ്പി നിന്നു. തികച്ചും സ്വാഭാവികമായ ഒരു മരണമായി കണ്ട് ആർക്കും യാതൊരു സംശയവുമില്ലാതെ ആ അധ്യായം അവിടെ അടഞ്ഞു. കാലം അതിൻ്റെ വഴിയിൽ പതിയെ വേഗത്തിൽ കടന്നുപോയി. ദിവസവും മാസങ്ങളും വർഷങ്ങളായി മാറി. ശേഖരകുമാറിൻ്റെ മരണത്തോടെ കുട്ടിപ്പാറയിലെ കാഴ്ചകളും മെല്ലെ മാറാൻ തുടങ്ങി. ശേഖരകുമാറിൻ്റെ കോടികൾ വിലമതിക്കുന്ന എസ്റ്റേറ്റുകളും സമ്പാദ്യങ്ങളുമെല്ലാം പടിപടിയായി മാലതിയുടെയും മാനേജർ വിക്രമിൻ്റെയും പൂർണ്ണ നിയന്ത്രണത്തിലുമായി. ശേഖരകുമാറിൻ്റെ വിയോഗത്തിന് ശേഷം ഇരുവരും തമ്മിൽ അവിശുദ്ധമായ ബന്ധമുണ്ടെന്ന തരത്തിൽ നാട്ടുകാർക്കിടയിൽ അടക്കം പറച്ചിലുകൾ ഉയർന്നു വന്നു. എന്നാൽ അവരുടെ കയ്യിലെ അളവറ്റ പണത്തിനും അധികാരത്തിനും മുന്നിൽ ആ സത്യങ്ങൾ ചോദ്യം ചെയ്യാൻ ആരും ധൈര്യപ്പെട്ടുമില്ല. തങ്ങൾ ആസൂത്രണം ചെയ്ത കുറ്റം ആർക്കും സംശയമില്ലാതെ ലോകത്തിന് മുന്നിൽ നിന്നും നിസ്സംശയം മറയ്ക്കപ്പെട്ടുവെന്ന് പ്രതികൾ ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെയിരിക്കെ 3 വർഷങ്ങൾക്ക് ശേഷം ആ കഥയിൽ തികച്ചും അപ്രതീക്ഷിതമായൊരു വഴിത്തിരിവുണ്ടാവുകയാണ്. ശേഖരകുമാറിൻ്റെ ആദ്യ ഭാര്യയിലുണ്ടായ മകൻ രാഹുൽ വിദേശത്തുനിന്ന് ഉപരിപഠനം പൂർത്തിയാക്കി കുട്ടിപ്പാറയിലേക്ക് തിരിച്ചെത്തി. മാലതി വളരെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയുമാണ് രാഹുലിനെ ബംഗ്ലാവിലേക്ക് സ്വീകരിച്ചത്. എന്നാൽ നാട്ടിലെത്തിയ രാഹുലിന് കാര്യങ്ങൾ കണ്ടപ്പോൾ എന്തൊക്കെയോ അബാധകൾ തോന്നി തുടങ്ങി. അച്ഛൻ്റെ പെട്ടെന്നുള്ള മരണത്തെക്കുറിച്ചും അതിനുശേഷം ചുരുങ്ങിയ കാലം കൊണ്ട് സ്വത്തുക്കളെല്ലാം മാലതിയുടെയും വിക്രമിൻ്റെയും പേരിലേക്ക് മാറിയതിനെക്കുറിച്ചും അവനിൽ വലിയ സംശയങ്ങൾ നിഴലിച്ചു നിന്നു. തൻ്റെ അച്ഛന് മുമ്പൊരിക്കലും ഹൃദ്രോഗത്തിൻ്റെ യാതൊരു ലക്ഷണവും ഉണ്ടായിരുന്നില്ലെന്ന് രാഹുലിന് ഉറപ്പായിരുന്നു. അവർ അച്ഛൻ്റെ മരണത്തെക്കുറിച്ച് രഹസ്യമായി വിവരങ്ങൾ ശേഖരിക്കാനും തുടങ്ങി. ആ അന്വേഷണത്തിനിടയിലാണ് പണ്ട് ബംഗ്ലാവിൽ ജോലി ചെയ്തിരുന്ന ഒരു പഴയ വേലക്കാരിൽ നിന്ന് രാഹുലിന് ആ നിർണായകമായ വിവരം ലഭിക്കുന്നത്. ശേഖരകുമാറിന് നെഞ്ചുവേദന വരുന്നതിന് തൊട്ടു മുമ്പ് മുറിയിൽ വെച്ച് വിക്രവുമായി വലിയ രീതിയിലുള്ള തർക്കവും ബഹളവും നടന്നിരുന്നു എന്നതായിരുന്നു ആ വിവരം. ഇതോടെ തൻ്റെ അച്ഛൻ്റേത് സ്വാഭാവിക മരണമല്ലെന്നും മറിച്ച് വസ്തുവകകൾ തട്ടിയെടുക്കാൻ വേണ്ടി നടത്തിയ ആസൂത്രിതമായ കൊലപാതകമാണെന്ന് രാഹുലിന് മനസ്സിൽ ദൃഢമായി ഉറപ്പിച്ചു. തെളിവുകളൊന്നുമില്ലെങ്കിലും രാഹുൽ നേരെ ജില്ലാ പോലീസ് മേധാവിയുടെ മുന്നിലെത്തി തനിക്കറിയാവുന്ന വിവരങ്ങൾ നിരത്തിക്കൊണ്ട് വികാരാധീനനായി പരാതി നൽകി. അച്ഛൻ്റെ മരണത്തിന് പിന്നിലെ സത്യം പുറത്തു കൊണ്ടുവരണമെന്ന് അവൻ പോലീസുകാരോട് അപേക്ഷിച്ചു. കേസിൻ്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കിയ SP അന്വേഷണം ക്രൈംബ്രാഞ്ചിലെ മിടുക്കനായ ഡെപ്യൂട്ടി സൂപ്രണ്ട് സുനിലിന് കൈമാറുകയും ചെയ്തു. ശാസ്ത്രീയ അന്വേഷണ രീതികളിൽ അസാമാന്യ അനുഭവ സമ്പത്തുള്ള ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹവും. DYSP സുനിൽ കുട്ടിപ്പാറയിലെത്തിയ ശേഷം കേസിൻ്റെ പഴയ ഫയലുകളും ഓരോ തെളിവുകളും സൂക്ഷ്മമായി പരിശോധിക്കാൻ തുടങ്ങി. ശേഖരകുമാറിൻ്റെ മരണദിവസത്തെ മെഡിക്കൽ രേഖകൾ പരിശോധിച്ച് അത് പഠിച്ചപ്പോൾ അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ വലിയ സംശയങ്ങളുണ്ടാക്കി.
മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാതെ എത്രയും പെട്ടെന്ന് അടക്കം ചെയ്യാൻ മാലതി കാണിച്ച ആ കടുത്ത തിടുക്കമായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കൂടാതെ മരണത്തിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ ശേഖരകുമാറിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ മാനേജർ വിക്രമിൻ്റെ അക്കൗണ്ടിലേക്ക് മാറിയതായും സുനിൽ കണ്ടെത്തി. സാഹചര്യ തെളിവുകളും നാട്ടുകാരുടെ സംസാരം വെച്ച് ഇതൊരു കൊലപാതകം തന്നെയാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് ഉറപ്പിക്കാമായിരുന്നു. എന്നാൽ പോലീസിൻ്റെ എല്ലാം നിഗമനങ്ങൾക്കെല്ലാം അപ്പുറം കോടതിക്ക് വേണ്ടത് വൻകിട വക്കീലന്മാരും തള്ളിക്കളയാൻ പറ്റാത്ത നിഷേധിക്കാനാവാത്ത തെളിവുകളുമാണ്. 3 വർഷം മുമ്പ് മൺമറഞ്ഞു പോയ ഇന്ന് വെറും അസ്ഥികൂടം മാത്രമായി മാറിയ ഒരു ശരീരത്തിൽ നിന്നും എങ്ങനെ തെളിവുകൾ കണ്ടെത്തും? അവിടെയായിരുന്നു പോലീസിന് മുന്നിലെ വലിയ കടമ്പ എന്ന് പറയുന്നത്. തെളിവുകളോ ദൃക്സാക്ഷികളോ ഒന്നും തന്നെ അവശേഷിക്കുന്നുണ്ടായിരുന്നില്ല. തെളിവുകളെല്ലാം ഇല്ലാതായിപ്പോയെന്ന് കരുതിയ ആ കേസിൽ തോറ്റുകൊടുക്കാൻ അന്വേഷണ സംഘം തയ്യാറായതുമില്ല. ശാസ്ത്രത്തിൻ്റെ പിൻബലത്തിൽ കേസിൻ്റെ ചുരുളഴിക്കാൻ സുനിൽ തീരുമാനിച്ചു. അദ്ദേഹം കോടതിയിൽ നിന്നും എക്സുമേഷൻ പെർമിഷൻ, അതായത് മൃതദേഹം കല്ലറയിൽ നിന്ന് പുറത്തെടുത്ത് പരിശോധിക്കാനുള്ള പ്രത്യേക അനുമതി വാങ്ങി. അങ്ങനെ അടുത്ത ഒരു ബുധനാഴ്ച രാവിലെ ആകട്ടെ കുട്ടിപ്പാറയിലെ പള്ളിച്ചന്തയും ശ്മശാനവും പോലീസിനാൽ വളയപ്പെട്ടു. വാർത്തയറിഞ്ഞ് എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ഗ്രാമവാസികൾ മുഴുവൻ അവിടെ തടിച്ചുകൂടി. സബ് ഡിവിഷൻ മജിസ്ട്രേറ്റിനെയും ഫോറൻസിക് വിദഗ്ധരെയും പ്രമുഖ സർജന്മാരുടെയും സാന്നിധ്യത്തിൽ ശേഖരകുമാറിൻ്റെ കുടുംബ കല്ലറ തുറക്കുകയും ചെയ്തു. 3 വർഷത്തെ പഴക്കമുള്ള കല്ലറയ്ക്കുള്ളിൽ മാംസങ്ങളെല്ലാം ജീർണിച്ച് ദ്രവിച്ചു പോയ ഒരു വെളുത്ത അസ്ഥികൂടം മാത്രമാണ് അവശേഷിച്ചിരുന്നത്. ഫോറൻസിക് സർജൻ ഡോക്ടർ അനിരുദ്ധ അസ്ഥികൂടം ഒന്നടങ്കം വിശദമായി പരിശോധിച്ചു. പക്ഷേ ആദ്യഘട്ടത്തിൽ വലിയ നിരാശയായിരുന്നു ഫലങ്ങളെല്ലാം. അസ്ഥികളിൽ ഒടിവുകളോ മാരകമായ ക്ഷതങ്ങളോ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. വിഷം കൊടുത്താണ് കൊലപ്പെടുത്തിയതെങ്കിൽ പോലും 3 വർഷം കൊണ്ട് ആന്തരിക അവയവങ്ങളെല്ലാം മണ്ണടിഞ്ഞു പോയതിനാൽ സാധാരണ പോസ്റ്റ്മോർട്ടത്തിലൂടെ വിഷസാന്നിധ്യം കണ്ടെത്താൻ ആവുകയുമില്ല. കേസ് അവിടെ അവസാനിച്ചുവെന്നും പ്രതികളെല്ലാവരും രക്ഷപ്പെട്ടുവെന്നും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും വിശ്വസിച്ച ആ നിമിഷം തങ്ങളുടെ പദ്ധതി ജയിച്ചു എന്ന ഭാവത്തിൽ പ്രതികളും മാറി നിന്നു. എന്നാൽ അപ്പോഴാണ് DYSP സുനിൽ തൻ്റെ അന്വേഷണ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിപരമായ ആ നീക്കം നടത്തുന്നത്. അസ്ഥികൂടത്തിൽ തെളിവില്ലെങ്കിൽ അസ്ഥി കിടന്ന മണ്ണിൽ തെളിവുണ്ടാകുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അദ്ദേഹം ഫോറൻസിക് വിദഗ്ധരോട് കല്ലറയിൽ നിന്നും 3 വ്യത്യസ്ത സാമ്പിളുള്ള മണ്ണുകൾ ശേഖരിക്കാൻ ആവശ്യപ്പെട്ടു. ശേഖരകുമാറിൻ്റെ അസ്ഥികളോട് ചേർന്ന് കിടന്ന ശരീരഭാഗങ്ങൾ ദ്രവിച്ചു ചേർന്ന മണ്ണായിരുന്നു ആദ്യത്തേത്. കല്ലറയുടെ ഭാഗത്തു നിന്ന് 1 അടി താഴെയുള്ള മണ്ണ് രണ്ടാമത്തേത്. ശ്മശാനത്തിലെ ഇതുവരെ ആരെയും അടക്കം ചെയ്തിട്ടില്ലാത്ത തികച്ചും സാധാരണമായ തെക്കേ മൂലയിലെ മണ്ണായിരുന്നു 3ാമത്തെ സാമ്പിൾ. ഇതുകൊണ്ട് കേസ് നിരീക്ഷിക്കുന്ന പ്രതികളുടെ മുഖത്ത് പരിഹാസമായിരുന്നു. ഇത് കണ്ടുന്ന പലർക്കും അത് എന്താണെന്ന് പോലും അറിയുകയുമില്ലായിരുന്നു. അസ്ഥികൂടത്തിൽ നിന്നും ഒന്നും കിട്ടാത്തത് കൊണ്ട് പോലീസിനി മണ്ണും ചുമന്ന് പോവുകയാണെന്നവർ ഉള്ളിൽ ചിരിക്കുകയും ചെയ്തു. എന്നാൽ ഫോറൻസിക് ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലം വന്നപ്പോൾ കാര്യങ്ങളാകെ തകിടം മറിഞ്ഞു. അസ്ഥിയോട് ചേർന്ന് കിടന്ന ആദ്യത്തെ മണ്ണിൽ മാരകമായ ആഴ്സനിക് എന്ന വിഷത്തിൻ്റെ സാന്നിധ്യം വൻതോതിൽ കണ്ടെത്തി. ശേഖരകുമാറിൻ്റെ അസ്ഥിശകലങ്ങളിലും ആഴ്സനിക് പടർന്നിരുന്നു. കല്ലറയുടെ തറയിൽ 2ാമത്തെ മണ്ണിലും ഈ വിഷമുണ്ടായിരുന്നു. എന്നാൽ ശ്മശാനത്തിൻ്റെ തെക്കേ മൂലയിൽ നിന്നെടുത്ത 3ാമത്തെ സാധാരണ മണ്ണിൽ ആഴ്സനിക്കിൻ്റെ ഒരു തരി പോലും ഉണ്ടായിരുന്നില്ല. ഈ ശാസ്ത്രീയ തെളിവിൻ്റെ ബലത്തിൽ അന്വേഷണ സംഘം വൈകാതെ തന്നെ മാലതിയെയും വിക്രമിനെയും കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു. കേസ് കോടതിയിൽ വിചാരണയ്ക്ക് വന്നപ്പോൾ വലിയ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയതെല്ലാം. പ്രതികൾക്കായി ഹാജരായ പ്രമുഖ ക്രിമിനൽ വക്കീൽ ശാസ്ത്രീയമായ ഒരു വാദം കോടതിക്ക് മുന്നിൽ ഉന്നയിച്ചു. യുവർ ഓണർ, കുട്ടിപ്പാറ ഒരു തോട്ട മേഖലയാണ്. അവിടെ ഏലക്കാടുകളും കാപ്പിത്തോട്ടങ്ങളിലും പതിറ്റാണ്ടുകളായി വൻതോതിൽ ഉപയോഗിക്കുന്ന കീടനാശിനികൾ കാരണം ആ പ്രദേശത്തെ മണ്ണിൽ സ്വാഭാവികമായും ആഴ്സനിക് അടങ്ങിയിട്ടുണ്ട്. 3 വർഷം ആ മണ്ണിൽ കിടന്നതുകൊണ്ട് പുറത്തുനിന്ന് വിഷം മണ്ണിലൂടെ അസ്ഥിയിലേക്ക് കയറിയതാണ്. അല്ലാതെ എൻ്റെ കക്ഷികൾ ഇദ്ദേഹത്തിന് വിഷം കൊടുത്തതല്ല. ആ വാദം കേട്ട് കോടതി പോലും ഒരു നിമിഷം പതറിപ്പോയി. അതൊരു സ്വാഭാവിക സാധ്യതയാണല്ലോ എന്ന് എല്ലാവരും ചിന്തിച്ചു. അപ്പോഴാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ DYSP സുനിലിൻ്റെ പ്രശസ്തമായ കൺട്രോൾ സാമ്പിൾ തിയറിയുമായി രംഗത്തേക്ക് വരുന്നത്. പ്രോസിക്യൂട്ടർ കോടതിയോട് പറഞ്ഞു, കോടതി ദയവായി ശ്രദ്ധിക്കണം. മണ്ണിലെ വിഷമാണ് അസ്ഥിയിലേക്ക് കയറിയതെങ്കിൽ ശ്മശാനത്തിലെ എല്ലാ ഭാഗത്തെ മണ്ണിലും ഒരേപോലെ വിഷം ഉണ്ടാകണമായിരുന്നു. എന്നാൽ ശ്മശാനത്തിൻ്റെ തെക്കേ മൂലയിൽ നിന്നും പോലീസ് ശേഖരിച്ച 3ാമത്തെ സാമ്പിളിൽ ആ മണ്ണിൽ വിഷസാന്നിധ്യം തീരെയില്ലെന്ന് ഫോറൻസിക് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അതായത് മരണത്തിന് മുമ്പ് ശേഖരകുമാറിൻ്റെ ഉള്ളിൽ ചെന്ന വിഷം ശരീരം ജീർണിച്ചപ്പോൾ ദ്രവിച്ച മാംസത്തിനൊപ്പം പുറത്തേക്ക് ഒലിച്ചിറങ്ങി ചുറ്റുമുള്ള മണ്ണിലേക്ക് പടർന്നതാണ്. ഇത് പുറത്തുനിന്ന് ഉള്ളിലേക്ക് കയറിയ വിഷമല്ല, മറിച്ച് ശരീരത്തിനുള്ളിൽ നിന്നും പുറത്തേക്ക് ഒലിച്ചിറങ്ങിയ വിഷമാണ്. ആ നിഷേധിക്കാനാവാത്ത ശാസ്ത്രീയ സത്യത്തിന് മുന്നിൽ പ്രതിഭാഗത്തിന് മറുപടിയില്ലാതെ
വാപൊത്തി നിൽക്കേണ്ട സാഹചര്യമുണ്ടായി. പോലീസിന്റെ കടുത്ത ചോദ്യം ചെയ്യലിൽ വിക്രം ഒടുവിൽ കുറ്റം സമ്മതിച്ചു. ദിവസവും വൈകുന്നേരം ശേഖരകുമാർ കുടിക്കാറുള്ള കട്ടൻ ചായയിൽ ചെറിയ അളവിൽ ആഴ്സനിക് വിഷം ചേർത്ത് നൽകി സാവധാനം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം തകരാറിലാക്കുകയായിരുന്നു അവരുടെ പദ്ധതി. മരണദിവസം കടുത്ത നെഞ്ചുവേദന ഉണ്ടാക്കി അത് സാധാരണ ഹൃദയാഘാതമാണെന്ന് വരുത്തി തീർത്ത് അവർ സ്വത്തുക്കൾ കൈക്കലാക്കി. കൊലപാതകം മറവ് ചെയ്യാൻ മണ്ണ് സഹായിക്കുമെന്ന് കരുതിയ പ്രതികൾക്ക് അതേ മൺതരികൾ തന്നെയാണ് ഒടുവിൽ വില്ലനായതും കൃത്യമായ ശിക്ഷ വാങ്ങി നൽകിയതും. തെളിവുകൾ കൃത്യമായി പരിശോധിച്ച് കോടതി മാലതിക്കും വിക്രമിനും ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. അങ്ങനെ 3 വർഷങ്ങൾക്ക് ശേഷം നിശബ്ദമായ ആ മൺതരികളെ സാക്ഷിയാക്കിക്കൊണ്ട് ശാസ്ത്രീയ അന്വേഷണം ആ കൊടും കുറ്റവാളികളുടെ മുഖം മൂടി വലിച്ചു കീറി. എത്രയൊക്കെ ആസൂത്രണം ചെയ്ത് മറച്ചു വെച്ചാലും കാലം എത്ര കടന്നു പോയാലും ഒരിക്കൽ സത്യം പുറത്തു വരിക തന്നെ ചെയ്യുമെന്ന് കുട്ടിപ്പാറയിലെ ആ മൺതരികൾ ലോകത്തെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്.